ദില്ലിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിന് മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഗേറ്റ് നമ്പർ 16 നമ്പർ ഗേറ്റ് നമ്പറിലൂടെയാണ് ഇന്നത്തെ രഞ്ജി ട്രോഫി മത്സരം കാണാൻ കാണികൾക്കകത്തേക്ക് കയറാൻ കഴിയുക. രഞ്ജി ട്രോഫി മത്സരത്തിൽ പ്രധാനമായും ദില്ലിയും റെയിൽവേസുമാണ് ഏറ്റുപെടുന്നത്. ദില്ലിക്ക് വേണ്ടി കളത്തിലിറങ്ങാൻ വിരാട് കോഹ്ലി എത്തുന്നുണ്ടായിരുന്നു. വിരാട് കോഹ്ലിയെ കാണാൻ എത്തിയ ആരാധകരാണ് രാവിലെ ഇവിടെ തിക്കിലും തിരക്കിലും പെട്ടത്. തുടക്കത്തിൽ ഒരു കൃത്യമായ സുരക്ഷ ഉറപ്പുവരുത്താൻ ദില്ലി പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ആ സമയത്താണ് ഇവിടെ ആരാധകർ വരികയും അവർ ഇടിച്ചു കയറാൻ നടത്തുകയും ചെയ്യുകയായിരുന്നു. അതിനിടയിലാണ് 4 പേർക്കോളം പരിക്കേറ്റത്. അതിൽ 3 പേരുടെ പരിക്ക് സാധാ പരിക്കൊക്കെയാണ്. പക്ഷെ ഒരാൾക്ക് വളരെ കാര്യമായി പരിക്കേറ്റു. അയാളെ പിന്നീട് ബാൻഡേജ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ദില്ലി പോലീസിന് കൂടുതൽ ആളുകൾ എത്തുകയും ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ ക്യൂ നിർത്തി അകത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രധാനമായും വിരാട് കോഹ്ലി കളിക്കാൻ എത്തുന്നു എന്നുള്ള കാര്യം തന്നെയായിരുന്നു ആരാധകരുടെ ആവേശം. അതുകൊണ്ടാണ് എല്ലാവരും വളരെ പെട്ടെന്ന് ഈ മത്സരം കാണാൻ വേണ്ടി ഇങ്ങോട്ട് എത്തിയത്. പ്രത്യേകിച്ച് ദില്ലി ക്രിക്കറ്റ് അസോസിയേഷൻ തന്നെ ഈ ഒരു മത്സരം കാണാനുള്ള അവസരം സൗജന്യമായി നൽകുന്നുണ്ടായിരുന്നു. ആധാർ കാർഡുമായി വന്നാൽ നിങ്ങൾക്ക് മത്സരം കാണാൻ കഴിയും എന്നായിരുന്നു ദില്ലി ക്രിക്കറ്റ് അസോസിയേഷൻ പറഞ്ഞത്. അതുകൊണ്ട് പതിവില്ലാത്ത ആളുകൾ, അത് കണക്ക് പ്രതീക്ഷിക്കാത്തതിൽ അതിൽ കൂടുതൽ ആളുകൾ ഇവിടെ മത്സരം കാണാൻ എത്തി. അതാണ് പ്രശ്നങ്ങളിലേക്ക് നയിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ 4 പേർക്ക് പരിക്കേൽക്കുന്നത്. പോലീസിന്റെ ഒരു ബൈക്ക് ഉൾപ്പെടെ നശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണാം, ഏറ്റവും തിക്കിലും തിരക്കിൽപ്പെട്ട ആളുകളുടെ ചെരുപ്പുകൾ ഉൾപ്പെടെ ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങിക്കൊണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ പോലീസ് ഇവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാഞ്ഞത് വലിയ ഭാഗ്യമാണെന്ന് കരുതേണ്ടി വരും. എന്തായാലും കാര്യങ്ങൾ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ നാളെ മുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കും എന്നാണ് പറയുന്നത്. ഇപ്പോഴും കാണികൾ വിരാട് കോഹ്ലിയെ കാണാൻ വേണ്ടി ഇപ്പോൾ ഗ്രൗണ്ടിലേക്ക് വീണ്ടും എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ തുടക്കത്തിലുണ്ടായ ഒരു പ്രശ്നം അത് പരിഹരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ദില്ലി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.